എഴുതുന്ന, വായിക്കുന്ന, പ്രതിഭാശാലിയായ ഒരു ചിത്രകാരിയായിരുന്നിട്ടും ഒരുപാട് ഇഷ്ടമുള്ള കാര്യം ചിത്രം വരയ്ക്കുന്നതായിട്ടും ജീവിതത്തിൽ ഒരിക്കലും അത് ചെയ്യാൻ പറ്റാതായി പോകുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത്, മറ്റുള്ളവരുടെ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതൊക്കെ എത്ര സങ്കടമുള്ള കാര്യമാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മൾ മലയാള സെക്കൻഡിലെ ആദ്യത്തെ പാഠഭാഗം. ഷാഹിന ഇ.കെ എഴുതിയ അനന്ത പത്മനാഭന്റെ മരക്കുതിരകൾ എന്ന കഥാസമാഹാരത്തിലെ വളരെ പ്രധാനപ്പെട്ട കഥയാണ് ചിത്രകാരി. കഴിഞ്ഞ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും എവിടുന്നാണ്? ഈ ഒരു പാഠഭാഗത്തു നിന്നാണ്. അപ്പം അത്രമേൽ പ്രാധാന്യമുള്ള പ്രധാനപ്പെട്ട പാഠഭാഗമാണ്. അപ്പോൾ വിവാഹശേഷം ഒരു പെൺകുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ അവളുടെ സർഗാത്മക ജീവിതത്തെയും സ്വത്വബോധത്തെയും ഒക്കെ സംഘർഷഭരിതത്തിലാക്കുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളെ വിശകലനം ചെയ്യുന്ന ഒരു പാഠഭാഗമാണ് നമ്മുടെ ചിത്രകാരി എന്ന് പറയുന്നത്. ഈ ചിത്രകാരി എന്ന് പറയുന്നത് ഒരു കഥയായതുകൊണ്ട് തന്നെ നമുക്ക് 7 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്താണെടാ? കഥാപാത്ര നിരൂപണമാണ് അല്ലേ? അപ്പോൾ ഒന്നല്ല, അനേകം കഥാപാത്രങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് വരുന്നുണ്ട്. ഫിസ എന്ന് പറയുന്ന പെൺകുട്ടിയിലൂടെയാണ് കഥ സഞ്ചരിക്കുന്നത്. ഫിസയുടെ ഭർത്താവായിട്ടുള്ള ഹാഫിസ് എന്ന കഥാപാത്രം, ഹാഫിസിന്റെ ഉമ്മ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ്, ഹാഫിസിന്റെ സുഹൃത്ത്, ഉപ്പ, ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങളും ഈ പാഠഭാഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പോൾ നമ്മൾ അസ്ത്ര ബാച്ചിലൂടെ ഈ പാഠഭാഗങ്ങളിൽ നിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് എഴുതാൻ പറ്റുന്ന രീതിയിൽ കഥയെ അത്രമാത്രം വിശദമായി നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ വളരെ രസമുള്ള ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കഥ കൂടെയാണ് ചിത്രകാരി. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ത്രീകളെ നമ്മളെ വീട്ടിൽ തന്നെ ഒരുപക്ഷെ നമ്മളുടെ ചുറ്റുപാടുകളിൽ എവിടെയെങ്കിലും തീർച്ചയായും നമ്മൾ കണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അത്തരം കഥാപാത്രങ്ങളുടെ പ്രതിനിധിയാണ് നമ്മളുടെ കഥയിലെ ചിത്രകാരി എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് ഈ പാഠഭാഗങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. ഇതേപോലെ നമുക്ക് സൈലത്തിൻ്റെ കൂടെ, അസ്ത്ര ബാച്ചിൻ്റെ കൂടെ നിങ്ങളും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ വേഗം തന്നെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നമുക്ക് അടിപൊളിയായി സൈലത്തിൻ്റെ കൂടെ പഠിക്കാം.